ഓക്കെ, നൗ ദ ഡിറ്റർമിനൻറ്റ്സ്. മെട്രിക്സിനെ പോലെ തന്നെ വളരെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഡിറ്റർമിനൻറ്റ്. എന്താണ് മെട്രിക്സും ഡിറ്റർമിനും തമ്മിൽ വ്യത്യാസം? മെട്രിക്സ് നമ്മൾ ഡിനോട്ടേഷൻ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു 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 സ്ക്വയർ ബ്രാക്കറ്റിലാണെങ്കിൽ ഡിറ്റർമിൻ നമ്മൾ 2 വരക്കകത്താണ് എലമെൻറ്റ്സ് എഴുതുക. ഒന്ന്. 2, മെട്രിക്സിൻ്റെ പ്രത്യേകത, എല്ലാ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിറ്റർമിൻ്റ് ഇല്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിൻ്റ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇത് 2/2 മെട്രിക്സാണ്. ഈ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയി ഡിറ്റർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിന് പകരം 2 വരക്കകത്ത് 1 2 3 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിൻ്റ് ആണ് സെക്കൻഡ് 1. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതേപോലെ ഒരു ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാം. ഇതൊരു ഇവാലുവേഷൻ ഉണ്ട്. ആ ഇവാലുവേഷനാണ് നമുക്ക് ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു മെട്രിക്സിനെയും നമുക്ക് ഒരു റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ സ്ക്വയർ മെട്രിക്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1/1 സ്ക്വയർ മെട്രിക്സ് ആണ്. 1/1 അങ്ങനെയാണെങ്കിൽ 1/1 സ്ക്വയർ മെട്രിക്സിൻ്റെ ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മെട്രിക്സ് ഒരു വാല്യൂ കൊടുക്കുകയാണ്, 2 എന്നുള്ള വാല്യൂ കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 വരൻ്റെ ഉള്ളിൽ നമുക്ക് 2 എന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 1/1 മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിൻ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് എലമെൻറ്റ് ഇറ്റ് സെൽഫ്. ഈ എലമെൻറ്റ് എന്താണ് അതുപോലെ അങ്ങ് എഴുതി വെക്കുക. ഇതിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇതിനെ മോഡുലസ് ആയിട്ട് ദുർവ്യാഖ്യാനിക്കും. അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മോഡുലസ് അല്ല, ഡിറ്റർമിൻ്റ് പ്രോബ്ലം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പറയുന്ന സാധനം ആക്ച്വലി ആരാണ്? ഒരു ഡിറ്റർമിൻ്റ് വാല്യൂ ആണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ഉള്ളിലുള്ള എലമെൻറ്റ് ഏതാണോ ആ എലമെൻറ്റാണ് എന്തായിട്ട് വരിക? അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ക്ലിയർ ആണോ പറഞ്ഞ്? ഓക്കെ, അതാണ് 1/1 മെട്രിക്സിൻ്റെ എന്ത് പറയുക ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഒരു 2/2 ഡിറ്റർമിൻ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിൻ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. വെറുതെ മാർക്ക് പോകരുത്, ഇതൊന്ന് ചെയ്തിട്ട് പോകണം. നമുക്ക് ഇതിനെക്കാട്ടും വലിയ ടോപ്പിക്കൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിയിട്ട് ഈ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻ്റ് മാർക്കുകൾ ഉറപ്പിച്ചിട്ടേ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോകാൻ പാടും. കാരണം ഇത് നമ്മളൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ കോൺഫിഡൻസ് പലപ്പോഴും ബ്രേക്ക് ചെയ്യാറുണ്ട്, കാരണം നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും? ആലോചിക്കുക എങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഈ പറയുന്ന എലിമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ഡയഗണൽ എലിമെൻറ്റ്സ് എന്നും ഇതിന് വിളിക്കുന്ന പേര് നോൺ ഡയഗണൽ എലിമെൻറ്റ്സുമാണ്. അപ്പോൾ ഈ പറയുന്ന ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന 2 എലിമെൻറ്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ 1നും 4നും മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 4. എന്നിട്ട് ഒരു മൈനസ് ഇട്ടിട്ട് നോൺ ഡയഗണൽ, ഇതാണ് ആക്ച്വലി നോൺ ഡയഗണൽ എന്ന് പറയുന്നത്. ഈ നോൺ ഡയഗണൽ എലിമെൻറ്റ്സിനെ പരസ്പരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അതൊക്കെയാണ് 3ഉം ഇതുണ്ട് 2ഉം ഉണ്ട്. 3 2 മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 3 × 2 എത്രയാണ്? 6 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇതാണ് 2/2 ഡിറ്റർമിൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ ഒരു 3/3 ഡിറ്റർമിൻ്റ് എടുക്കുക. ഇതൊരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 1 2 ഒരു 2 എടുക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിറ്റർമിൻ്റ് എടുക്കാനേ 2 -1 ആൻഡ് 1 ആൻഡ് 1 2 ആൻഡ് 3 എന്ന് പറയുന്ന ഒരു ഡിറ്റർമിൻ്റ് തന്നെന്ന് വിചാരിക്കുക. ഇതാണ് ഒരു 3/3 ഡിറ്റർമിൻ്റ്. അപ്പോൾ ഒരു 3/3 ഡിറ്റർമിൻ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഈ പറയുന്ന സാധനം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3/3 ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 റോസ്, ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, 3 റോസ്. ഈ ഏതെങ്കിലും റോയിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡിറ്റർമിൻ്റ് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ 3 കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളം, ഈ കോളത്തിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് ഏത് റോ ഉപയോഗിച്ചാലും ഏത് കോളം ഉപയോഗിച്ചാലും വാല്യൂ ഒക്കെ സെയിം ആണ്. ഇനി ഞാൻ ഒരെണ്ണം ഉപയോഗിച്ച് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഫസ്റ്റ് റോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന എലമെൻറ്റ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള ചില പൊസിഷണൽ സൈനുകളുണ്ട്. പൊസിഷൻ സൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പ്ലസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ സൈൻ മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് ആണ് വരും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താ കിട്ടുക? ഇത് മൈനസ് കിട്ടും, ഇത് പ്ലസ് കിട്ടും, ഇത് മൈനസ് കിട്ടും. പൊസിഷണൽ സൈനാണ്. ഇവിടെ നോക്കിയാൽ അത് കാണില്ല പ്രത്യേകിച്ച്, പക്ഷേ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്.
തിരിച്ചുകൂടെ നോക്കുക, ഇത് മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ് മൈനസ് പ്ലസ്. ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് പൊസിഷണൽ സൈൻ എന്നാണ് പറയുക. അത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല. അത് ആദ്യത്തെ എലമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് പ്ലസ് വെച്ചെടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസ് അങ്ങ് എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി, പൊസിഷണൽ സൈൻ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് പൊസിഷണൽ സൈൻ, ഇത് പ്ലസ് ആണ് മനസ്സിലാക്കുക, ഇത് മൈനസ് ആണ്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് 1 + 1 കേട്ടോ. ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെൻറ്റ് വിത്ത് അതിൻ്റെ പൊസിഷൻ സൈൻ നമുക്ക് എടുക്കുക. പൊസിഷൻ സൈൻ അടക്കം ഫസ്റ്റ് എലമെൻറ്റ് എടുക്കും. അപ്പോൾ 1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്കൊരു 2/2 ഡിറ്റർമിനൻ്റ് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഇനി പ്ലസ് ഇട്ടിട്ട് സെക്കൻഡ് എലമെൻറ്റ് എടുക്കേണ്ടത് വിത്ത് അതിൻ്റെ പൊസിഷൻ സൈനാണ്. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് ആക്ച്വലി ആരാണ്, 2 ആണ്. പൊസിഷൻ സൈൻ എന്താ, മൈനസ്. അപ്പോൾ ഇതെല്ലാം കൂടി എന്താവും, -2. അപ്പോൾ +-2 എന്നുള്ളത് ആക്ച്വലി എന്തായിട്ട് മാറും, ഈ +-2 എന്നുള്ളത് ആക്ച്വലി ഇത് -2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ രണ്ടാമത്തെ ഡിറ്റർമിനൻ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് -2 ആണ് വരിക. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഓരോ എലമെൻറ്റിനും അതിനെന്തുണ്ട്, ഒരു പൊസിഷൻ സൈൻ ഉണ്ട്. അപ്പോൾ +1 എടുക്കുമ്പോൾ നമുക്ക് +1 അവിടെ എടുത്തത്, എന്നിട്ട് ആഡ് ചെയ്യണം. പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ സൈൻ എന്താ, മൈനസ് ആണ് കിട്ടുക. ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ടെങ്കിലോ ആ മൈനസ് കൂട്ടി ഈ പറയുന്ന എലമെൻറ്റ് ചിഹ്നം എന്തായിട്ട് മാറും, അത് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ഐഡിയ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഇൻറ്റു ഒരു 2/2 ഡിറ്റർമിനൻ്റ് നമുക്ക് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുതരാം. പ്ലസ് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കേണ്ടത് വിത്ത് അതിൻ്റെ പൊസിഷൻ സൈനാണ്. അപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ എന്താണ്, മൈനസ് ആണ്. പ്ലസ് മൈനസ് എന്തായിട്ട് മാറി, -2 ആയിട്ട് മാറി. എന്നിട്ട് അവിടെ വീണ്ടും നമുക്കൊരു 2/2 ഡിറ്റർമിൻ നമുക്ക് ചെയ്യാനുണ്ട്. പ്ലസ് വീണ്ടും പോസിറ്റീവ് എടുത്തിട്ട് പ്ലസ് എടുത്തിട്ട് വീണ്ടും മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കുന്നു വിത്ത് പൊസിഷൻ സൈൻ. അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ +2 പറഞ്ഞെടുക്കുന്ന സമയത്ത് എന്താവും, ഒരു 2 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ ഒരു 2/2 നമുക്ക് ഡിറ്റർമിൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തോ ഒരു എഴുത്തിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് -2 ഇൻറ്റു, കൺഫ്യൂഷൻ ആവരുത്, നോക്കുക. 1 ഇൻറ്റു നമുക്കൊരു 2/2 ഡിറ്റർമിൻ്റ് കിട്ടി, പ്ലസ് -2 ഇൻറ്റു ഒരു 2/2 ഡിറ്റർമിൻ്റ് കിട്ടി, +2 ഇൻറ്റു ഒരു 2/2 ഡിറ്റർമിൻ്റ് നമുക്ക് അവിടെ എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും ഇത് പിന്നെ സിമ്പിൾ ഒരു 3/3 ഡിറ്റർമിൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക, അത് മാക്സിമം അത് ഒഴിവാക്കുക. പിന്നെ ചെയ്യുന്ന സമയത്തും പിന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വളരെ നോക്കുക. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എലമെൻറ്റ് കണ്ടല്ലോ, ഈ പറയുന്ന 2/2 ഡിറ്റർമിനൻ്റ് 2/2 ഡിറ്റർമിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 4 എലമെൻറ്റ്സ് വരും. അതെങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതുണ്ടാക്കിയത്. അപ്പോൾ ചെയ്യുന്നത്, ഫസ്റ്റ് എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ 4 ആൾക്കാർ അതാരൊക്കെയുള്ളത്, -1, 1, 2, 3. അതാണ് നമ്മൾ എവിടെ എഴുതി വെക്കാൻ പോകുന്നത്, ഇവിടെ എഴുതി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് ആരെ വരിക, -1, 1, 2, 3. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി വെക്കാൻ പോവാണ്. സോ -1, 1, 2, 3 കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ പറയുന്ന 2 -2 വരെയുള്ള കാര്യം പറഞ്ഞു, പൊസിഷൻ സൈനാണ്. അത് അടക്കി എടുത്തിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്, -1 വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റോവും കോളങ്ങ് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി വരുന്ന ആൾക്കാർ നോക്ക്, 2, 1 and 1, 3 ഇത്രയും ആൾക്കാരാണ്. അയാളാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്, ഈ സ്പേസിലേക്ക് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അവരാരാ കിട്ടുക, 2, 1, 1, 3 കിട്ടിയല്ലോ. 2, 1, 1, 3. അപ്പോൾ ഞാൻ എഴുതി വെക്കാൻ പോകുന്നത് 2, 1, 1, 3. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് വരാനുള്ളത് ഈ 2 ആണ് അല്ലേ. ആ 2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, 2 കണ്ടെയ്ൻ ചെയ്യുന്ന റോവും കോളും അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇതാണ് സാധനം. ബാക്കി വരുന്ന ഈ 4 ആൾക്കാർ അതുപോലെ ഓർഡറിലേക്ക് നമ്മൾ എഴുതി വെക്കുക. 2, -1, 1, 2, 2, -1, 2, -1, 1, 2. ഓക്കെ, ഇനി ഇത് സാധാ രീതിയിൽ നമ്മളതിന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ 1 ഇൻറ്റു, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, എങ്ങനെ 2/2 നമ്മൾ ചെയ്യുക, -1 ഇൻറ്റു 3. -1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -3. ഒരു മൈനസ് ഇട്ടിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പാടുള്ളൂ.
2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 എത്രയാണ് 2. ഓക്കെ, ആൻഡ് -2 ഇൻറ്റു എഗെയിൻ ദ സെക്കൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 എത്രയാണ് 6. അപ്പോൾ രണ്ടാമത്തെ ഉണ്ടാവും, ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. 2 ഇൻറ്റു 3 6ആണ്. ആൻഡ് 1 ഇൻറ്റു 1 എത്രയാണ് 1ആണ്. ഓക്കെ, +2 ഇൻറ്റു വീണ്ടും നമ്മൾ മൂന്നാമത്തെ എടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4ആണ്. മൈനസ് ഇട്ടിട്ട് ഉണ്ടാ 2 1 ഇൻറ്റു -1, 1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് -1 ഉണ്ടാകും. 2 പക്ഷേ ഏതൊരു സമയത്തും നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്ത് നോക്ക്. ഓരോ എലമെൻറ്റ് ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് റോവും തേർഡ് റോവും ഓരോ 6 രീതി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 6 രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ വാല്യൂ ആണ്, സെയിം വാല്യൂ ആണ്, ഒരു യുണീക്ക് വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഇതിനങ്ങ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ -3 -2 എന്നാൽ -5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -5 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 6 - 1 എന്ന് പറഞ്ഞത് 5 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക -10 കിട്ടും. ഓക്കെ, ഇത് 5 കിട്ടും. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടും +10 എന്ന് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -5 എന്നാണ് എന്ത് കിട്ടുക, നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഡിറ്റർമിൻ്റെ കേസിൽ ആദ്യം നമുക്കൊരു 1/1 ഒക്കെ വളരെ സിമ്പിളാണ്. രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2/2 ഡിറ്റർമിൻ്റെ ഇവാലുവേഷൻ നമ്മൾ ചെയ്ത് പഠിക്കാം. അതേപോലെ 3/3 ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൽ ഈ 3/3 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ 3/3 ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഏത് റോ ഉപയോഗിച്ചിട്ടും നമുക്ക് ഏത് കോളം ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ ഇതിലൊന്നും പൂജ്യങ്ങൾ എവിടെയും 0 എലമെൻറ്റ്സുകൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ 0 എലമെൻറ്റുള്ള ഏതെങ്കിലും റോ കോളം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഇത് 2 0 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 പകരം എന്ത് വരും, 0 വരും. ഈ 2 പകരം 0 വരും. നമുക്ക് എന്ത് ചെയ്യണ്ട, ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു എലമെൻറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 2/2 ഡിറ്റർമിൻ്റ് അവിടെ ഉണ്ടാവും. അത് വെച്ച് മാത്രം പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് ആൻസർ കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏത് റോവും ഏത് കോളും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ആ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്താലും എന്ത് തന്നെയാണ്, ദ സെയിം വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടുക, അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിച്ചു.